ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ള അവരുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചൊരു ഹെഡ്സെറ്റ് ആണ്. അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബോട്ടിൽ നിന്നുള്ള അവരുടെ ബോട്ട് റോക്കേഴ്സ് 450 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് ഏകദേശം 1400 രൂപയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വില വരുന്നത്. ഇത് ഓഫർ അനുസരിച്ച് ഈ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ട് മനസ്സിലാക്കാം. അപ്പം ഇതുപോലൊരു പാക്കിങ്ങിലാണ് നമുക്ക് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 450 എന്ന് പറയുന്ന ഹെഡ്സെറ്റ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സീല് ഞാൻ പൊട്ടിച്ചതാണ്. എന്നിട്ട് ഞാനിതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 40 mm ഡ്രൈവേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അഡാപ്റ്റീവ് ഇയർ കപ്സ് ആൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5.0 ആണ്. അതേപോലെ കമ്പനി പറയുന്നത് നമുക്ക് ഒരു 15 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ ബാക്കി പറഞ്ഞുതരാം, ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വോയിസ് അസിസ്റ്റൻറ്റിൽ ഗൂഗിൾ, സിറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് സിറി സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബോട്ടിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് എടുക്കാം. ഹെഡ്സെറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ആദ്യം ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആക്സസറീസ് ആയിട്ട്. അപ്പം ഇത്രയാണ് നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒപ്പം കിട്ടുന്നത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ചാർജിങ് കേബിളാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഓക്സ് കേബിൾ അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വയേർഡ് ഇയർഫോണായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാറൻറ്റി കാർഡ്, 1 ഇയറിൻ്റെ ഒരു വാറൻറ്റി കാർഡ് ബോട്ട് തരുന്നുണ്ട്. അതുപോലെ ഇത് ബോട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ളൊരു ബുക്ക്ലെറ്റാണ്. നമുക്ക് ബോട്ടിൻ്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും. പിന്നെ ആസ് യൂഷ്വൽ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നതാണ് ഒരു യൂസർ മാനുവൽ. അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് വരാം. അപ്പം ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. ഇരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചേക്കണം. ഒന്ന് താഴെ വീണാലൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ നമ്മൾ കാണുമ്പോഴും അതേപോലെ തന്നെ നമുക്കിതിന്ന് കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്കിതിൽ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഒരു ബോട്ടിൻ്റെ ലോഗോ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് ചുറ്റും ഒരു ക്രോമിയം ഫിനിഷും ആ ലോഗോ ഒരു ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു പ്രീമിയം ടച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ വെച്ച് നോക്കിയപ്പം എനിക്ക് കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ തലയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സൂട്ടാവുമോ എന്നുള്ളത് വെച്ച് നോക്കുക തന്നെ വേണം. കാരണം ഇത് ഇത്ര മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സോഫ്റ്റ് കുഷനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഇയർ കപ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്ക് ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഒരു 3-4 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾസ് കാണാൻ പറ്റും. മുകളിലായിട്ട് ഇവിടെ വോളിയം അപ്പ് ബട്ടൺ കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെയായിട്ട് ഡൗൺ ബട്ടൺ. പിന്നെ ഇതാണ് നമ്മുടെ പ്ലേ പോസ് ബട്ടണും പവർ ബട്ടണും കൂടി വരുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും.
അതേപോലെ തന്നെ നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് വയേർഡ് ഹെഡ്ഫോണായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു പോർട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് മൈക്കും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി വൈസൊക്കെ ബോട്ടിൻ്റെ എല്ലാ ഇയർഫോണുകളിലും ഹെഡ്സെറ്റുകളിലും ഉള്ള പോലെ തന്നെ ബാസിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു തിയേറ്ററിലൊക്കെ പോയിരുന്ന കാണുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിക്ക് ബാസ് നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ബാസിനോട് കൂടുതൽ പ്രിയമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തികച്ചും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ബോട്ട് റോക്കേഴ്സ് 450 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കോളിംഗ് എക്സ്പീരിയൻസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കോളിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ആവറേജ് കോളിംഗ് എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. കാരണം ഈ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാ ഹെഡ്സെറ്റുകൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ നെഗറ്റീവായിട്ട് എടുത്ത് പറയേണ്ട കാര്യമായിട്ടില്ല. ഇനിയിപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ അവർ മെയിനായിട്ടും നോക്കുന്ന ഒരു കാര്യം ലേറ്റൻസി ഇഷ്യൂ ആണ്. ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഹെഡ്ഫോണുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള ലേറ്റൻസി ഇഷ്യൂസ് ഉണ്ട്. അത് ഈ ഒരു ഹെഡ്സെറ്റിനും കാണാൻ സാധിക്കും. എങ്കിൽ പോലും വയേർഡ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ നമുക്ക് സോൾവായി കിട്ടുന്നുമുണ്ട്. ഇനി ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം മികച്ച ഹെഡ്സെറ്റുകളുടെ കൂടെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് ബോട്ട് റോക്കേഴ്സ് 450 എന്ന് പറയുന്നത്. ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, അതായത് ഒരു 2300-2400 റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഹെഡ്ഫോണുകളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു ഹെഡ്ഫോണായിട്ട് നമുക്ക് ഈ ഒരു മോഡലിനെ പരിഗണിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന് ബാറ്ററി ബാക്കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 15 മണിക്കൂർ കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 10 മണിക്കൂറൊക്കെ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കി, അത്ര വലിയ രീതിക്ക് ബാറ്ററി കുറയുന്നതായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു 10 മണിക്കൂറൊക്കെ എന്തായാലും ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതർവൈസ് നമ്മളൊരു മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബാസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും പരിഗണിക്കാം. നല്ല രീതിക്കുള്ള ഒരു ബാസും മ്യൂസിക് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ഹെഡ്ഫോൺ നൽകുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം ഇതേപോലെയുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.